Hello guys, it's me Arjun and Vaishali. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. വെറൈറ്റി മുട്ടക്കറി, സിമ്പിൾ ആൻഡ് ഹംബിൾ. അതെ, നമ്മൾ നാട്ടിലൊക്കെ പല ടൈപ്പ് ഓഫ് മുട്ടക്കറി പരീക്ഷിക്കാറുണ്ട്. പക്ഷെ തേങ്ങ അരച്ചും വറുത്തരച്ചും അങ്ങനത്തെ മുട്ടക്കറിയൊക്കെ അതൊക്കെ നല്ല മെനക്കേടാണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളുമാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഞാൻ പലപ്പോഴും കോളേജിൽ പോകുമ്പോഴത്തേക്കും ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. അപ്പൊ വൈകിക്കണ്ട, നമുക്ക് ഇതിന്റെ റെസിപ്പി കണ്ടിട്ട് തിരിച്ചു വരാം. സംഭവം പൊളിയാട്ടോ, നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അടിപൊളി. ഹലോ, അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ ആട്ടോ യൂസ് ചെയ്യുന്നത്, അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 മീഡിയം സൈസ് സവോളയാണ്, പിന്നെ 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പൊ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കണം. ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതാണ്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോവാനേ പാടില്ല. കറിയിൽ അവസാനം പച്ചവെള്ളം ചവയ്ക്കും. ഇനി ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവി ഇനി നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 3 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനെ പകുതിയായിട്ട് മുറിച്ചിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നമുക്കൊരു സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു കുഞ്ഞ ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണൽ ആണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കാണാനും അതുപോലെ തന്നെ ടേസ്റ്റും കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.